ഓണനാളിൽ പത്മനാഭനെ ഒന്ന് കാണണം അല്ലേ? കാണാമെന്നതാണ്. ഇങ്ങനെ ദർശനം നടത്തിയോ? ഇല്ല, ദർശനം 8 മണിക്ക് നട തുറക്കുള്ളൂ. നട ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അമ്മ ഈ ഇന്ന് ഓണവില്ലൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. 50 വർഷങ്ങൾക്ക് ശേഷം 500 കിലോ അരിയുടെ നിവേദ്യമൊക്കെ ഉണ്ട് ഇപ്രാവശ്യം എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇവിടെ ഈ ഓണ ദിവസം ഇവിടെ വരുമ്പോൾ എന്താണ് തോന്നാറ്? നല്ല ഒരു എന്താണ് തോന്നാറ്. തിരുവോണ സദ്യയൊക്കെ ഒരുക്കിയോ? ഇല്ല, പോയിട്ടേണം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടാ? ബാക്കിയുള്ളവർ ചെയ്യും. അപ്പൊ ഒരു ഹാപ്പി ഓണം പറഞ്ഞാലോ? ഹാപ്പി ഓണം. അങ്ങനെ എല്ലാവരും തിരുവോണ സദ്യ ഒരുക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് ദർശനത്തിന് വേണ്ടി വരികയാണ്. ഹലോ മോളെ, ഓണം ഉണ്ണാൻ പോവാണോ? ശ്രീപത്മനാഭനെ കാണാൻ വേണ്ടി വന്നതാണോ? ഓണം എങ്ങനെയുണ്ട്? പൂക്കളൊക്കെ ഇട്ടോ? ഒരു ഹാപ്പി ഓണം പറഞ്ഞാലോ? ഒരു പാട്ട് പാടിക്കൊടു. ഒരു പാട്ട് പാടി തരൂ. പൂക്കളൊരു കാവാത്തുമ്പി, പൂത്തുമ്പി പൂവാരിത്തുമ്പി, പൂക്കളൊരു കാവാത്തുമ്പി. പൊന്നോളം വന്നല്ലോ, അത്തം വന്തി പറന്നല്ലോ, നീ വെറുതെ പോകരുതേ, പൂക്കളൊരു കാവാത്തുമ്പി. ഹാപ്പി ആണോ? ഹാപ്പി ആണോ? എങ്ങനെ തിരുവോണ സദ്യക്കുള്ളതൊക്കെ ഒരുക്കിയോ? കുറെയൊക്കെ ആയി, നീ ചെന്നിട്ട് ബാക്കി ചെയ്യണം. എപ്പോഴും ഇങ്ങനെ ഓണ ദിവസം ശ്രീ പത്മനാഭനെ കാണാൻ വരാറുണ്ടോ? ഇതിന്റെ ഫസ്റ്റ് ടൈമാണ്. ഹാപ്പിയാണോ? അങ്ങനെ എല്ലാവരും ഒരുപാട് പേർ വർഷാവർഷക്കാലം ഇവിടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. ഓണത്തിന് ശ്രീ പത്മനാഭനെ കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. എന്നാൽ പുതിയതായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ ഇപ്പോൾ തന്നെ ഒരു തിരക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയും. അത്തരത്തിൽ എല്ലാവരും തിരുവോണം ഉണ്ണാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളിലുമാണ്. അതിന്റെ തുടക്കം ഇവിടെ നിന്ന് കുറിക്കുകയാണ്. ക്യാമറ പേഴ്സൺ കൃഷ്ണപ്രസാദിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.